بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. കുല്ലൻ നുമിദ്ദു ഹാഉലാഇ വഹാഉലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന അതാഉ ربك محظورا انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا. لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. وما نحن إلا خادمون لسنة أتت عن نبي الله ذي الفتح والنصر. ومجرد التوحيد من كل نزعة من الشرك والإلحاد والزيغ والمكر. فلا قبة تبنى على قبر ميت ولم يعبدوا قبرا بذبح ولا نذر ولا بطواف أو بتقبيل تربة
فذلك فعل المشركين ذوي الكفر فيا مبغضي هدي النبي ألا أبشروا بخزي على خزي وقهر على قهر فيا رب هل إلا بك النصر يرتجى عليهم إليك الأمر في العسر واليسر هم مستضعفون اليوم من أجل أننا قليل وقد يعلو القليل على الكثير. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഈ മഹത്തായ വിജ്ഞാനവേദിയിൽ വന്നിരിക്കാൻ അവസരം ലഭിച്ച നേതാക്കളെ, പണ്ഡിതന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, അടുത്തു നിന്നാണെങ്കിലും അകലെയാണെങ്കിലും, അതുപോലെ ഇന്റർനെറ്റിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ നമ്മുടെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, മറ്റു ശ്രോതാക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹവും കാരുണ്യവും അവനിൽ നിന്നുള്ള എല്ലാവിധത്തിലുള്ള അനുഗ്രഹാശിസ്സുകളും ഈ മഹത്തായ വിജ്ഞാനവേദിയിൽ വന്നു ചേർന്നിട്ടുള്ള, ശ്രവിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന സർവരിലും അല്ലാഹു വർഷിക്കുമാറാകട്ടെ. സാധുക്കളായ നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും ഈ വേദി വിട്ട് പിരിയുന്നതിന്റെ മുമ്പ് അല്ലാഹു അവന്റെ മഹത്തായ ഫضل കൊണ്ട് പുറത്തു തരുമാറാകട്ടെ. ഇക്കഴിഞ്ഞ പരിശുദ്ധ റമദാനിൽ നാം എല്ലാവരും നിർവഹിച്ചിട്ടുള്ള നമ്മുടെ അമലുകൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാം ക്രൂരതയുടെ മതമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. പല സ്ഥലങ്ങളിലും പരിശോധിച്ചു നോക്കിയാൽ അവിടെവിടെയായി നടന്നുകൊണ്ടിരിക്കുന്ന ബോംബ് സ്ഫോടനങ്ങൾ, അതുപോലെ തന്നെ അക്രമങ്ങൾ, അരാജകത്വ പ്രവണതകൾ, ഇതൊക്കെ പലപ്പോഴും ഒരു സമുദായത്തിന്റെ മേൽ കെട്ടിയേൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് കാണേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില കക്ഷികൾ, അവർ കേവലം കടലാസുകളിൽ ഒതുങ്ങുന്ന സംഘടനകളാണെങ്കിൽ പോലും എവിടെയെങ്കിലും ഒരക്രമം നടന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് ഇസ്ലാമിനെ വികൃതമാക്കാനുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇസ്ലാം അർഹമുർ-റാഹിമീനായ റബ്ബുൽ ആലമീൻ ആ പ്രയോഗം തന്നെ, സർവശക്തനായ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള പ്രയോഗം തന്നെ, അവൻ ഏതെങ്കിലും ഒരു നാട്ടുകാരുടെയോ ഒരു വിഭാഗം ജനങ്ങളുടെയോ റബ്ബാണ് എന്നല്ല. റബ്ബിൽ ആലമീൻ എന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. സർവലോകരുടെയും രക്ഷിതാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ പരമകാരുണികനാണ്, കരുണാനിധിയാണ്. കാരുണ്യത്തിന് നിരക്കാത്തതൊന്നും അല്ലാഹുവിങ്കിൽ നിന്ന് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അവൻ ഈ ലോകത്തേക്ക് നിയോഗിച്ച മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ ലോകത്തേക്ക് റബ്ബുൽ ആലമീൻ നിയോഗിച്ചത് തന്നെ സർവലോകരോടുമുള്ള കാരുണ്യമായി കൊണ്ടാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അപ്പൊ അല്ലാഹു റബ്ബുൽ ആലമീൻ കാരുണ്യവാനാണ്. അവൻ ഈ ലോകത്തേക്ക് അവന്റെ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ അടയാളമായി കൊണ്ടാണ്, ലോകരോടവൻ ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണ് അവർക്ക് സത്യവും അസത്യവും വേർതിരിച്ചു പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അയച്ചു എന്നത്. അതുപോലെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അല്ലാഹു ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആൻ, അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ഏതെങ്കിലും ഒരു പ്രത്യേക നാട്ടുകാർക്കോ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമല്ല. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് തന്നെ പറയുന്നത് ഹുദൽ ലിന്നാസ്, സർവ മനുഷ്യർക്കും, മുസ്ലിമീങ്ങൾക്കെന്നോ ഏതെങ്കിലും ഒരു നാട്ടുകാർക്കെന്നോ പറയാതെ ഹുദൽ ലിന്നാസ്, സർവജനങ്ങൾക്കും മാർഗദർശനമായി കൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ കാരുണ്യവാനാണ് അള്ളാഹു. അള്ളാഹു കാരുണ്യത്തിന്റെ അടയാളമായി കൊണ്ടാണ് ലോകത്തേക്ക് കാരുണ്യവുമായി കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അയച്ചത്. ആ റബ്ബുൽ ആലമീൻ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച പരിശുദ്ധമായ ഗ്രന്ഥം ലോകത്തിന് മുഴുവൻ കാരുണ്യമാണ്, ലോകത്തിന് മുഴുവൻ വെളിച്ചമാണ്. ഒരിക്കലും ഇസ്ലാം എവിടെയും ആയുധം കൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല. ആയുധം കൊണ്ട് പ്രചരിപ്പിക്കേണ്ടുന്ന ആവശ്യവുമില്ല. ആരെയെങ്കിലും നിർബന്ധിപ്പിച്ച് നിങ്ങളിത് കേട്ടേ പറ്റൂ, കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന നാശമുണ്ട് എന്ന് പറഞ്ഞ് ആ നിലക്ക് ഭൗതികമായ എന്തെങ്കിലും ഉപകരണങ്ങളിലൂടെ ആക്രമിച്ച് ഏതെങ്കിലും നിലക്കുള്ള ആയുധങ്ങളിലൂടെ കാര്യം ധരിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഇസ്ലാം ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല. എന്നിട്ടും ആയുധം കൊണ്ടാണ് ഇസ്ലാം പ്രചരിച്ചതെന്ന് പല സ്ഥലങ്ങളിലും പലരും പ്രചരിപ്പിക്കുമ്പോൾ അതിന് അരിനിൽക്കുന്ന നിലക്ക് സായുധ പോരാട്ടത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന, എവിടെയെങ്കിലും നടന്ന കലാപങ്ങളുടെ ഉത്തരവാദിത്തം തങ്ങളാണെന്ന് പറഞ്ഞ് മുസ്ലിം നാമധാരികളായ കടലാസ് സംഘടനകൾ ഏറ്റെടുക്കുമ്പോൾ ലോകത്തുള്ള ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കെന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇതേ രൂപത്തിൽ ഇസ്ലാം മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് പോലെ, ഇസ്ലാമിനെ മൊത്തത്തിൽ വികലമായി ചിത്രീകരിക്കപ്പെടുന്നത് പോലെ ഈ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന കക്ഷികളാണ്, അതേപോലെ തന്നെ അരാജകത്വത്തിന്റെ ആളുകളാണ്, ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകളാണ്. അതേ മഹാന്മാര് കൊണ്ടുവന്ന ആദർശങ്ങളെ ഇകഴ്ത്തിപ്പറയുന്ന വിഭാഗമാണ്. ആ രൂപത്തിലൊക്കെ ഇൻഷാ അല്ലാഹ് ഏതെല്ലാം കാര്യങ്ങളിലൂടെയാണെന്ന് സമൂഹത്തിൽ ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നതെങ്കിൽ അത് ധാരാളമായി നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. എനിക്കെന്റെ സഹോദരങ്ങളോട് വളരെ വിനയത്തോടുകൂടി പറയാനുള്ളത്, ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകൾ, സാധാരണക്കാരായ ആളുകളുണ്ട്. അവരെ അതിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എനിക്കറിയാം, എന്റെ അനുഭവം. ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുജാഹിദായ വ്യക്തി പോവുകയാണെങ്കിൽ വഹാബിയെ കാണാൻ വേണ്ടി ഇറങ്ങി നിന്നയാളെ അടിമുടി നോക്കിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം കേട്ടത് മുഴുവൻ ഒരു ക്രൂര സ്വഭാവിയായിട്ടാണ്. അമ്പിയാക്കന്മാർ ഇവർക്കില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വാസമില്ല, നബിതങ്ങളെ ചീത്ത പറയുന്ന കക്ഷികളാണ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ദുആയില്ലാത്ത വിഭാഗമാണ്, ഔലിയാക്കളെ ചീത്ത പറയുന്നവരാണ്, കറാമത്ത് നിഷേധികളാണ്, ജുമഅക്കദാ മിമ്പറിൽ കയറി മലയാളത്തിൽ എന്തൊക്കെയോ വിളിച്ചു പോകുന്നവരാണ്, പള്ളികളിലതാ ഇടകലർന്ന് ആണും പെണ്ണുമൊക്കെ ക്രിസ്ത്യാനികളുടെ പള്ളികളിലെ പോലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കും പോലെ മുജാഹിദിന്റെ പള്ളിയിൽ ആണും പെണ്ണുമൊക്കെ ഒന്നിച്ചായിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ നമസ്കാരത്തഴമ്പ് ചെരിഞ്ഞ ഭാഗത്ത് ഇടത് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ വലത്തെ സൈഡിലായിരിക്കും. കാരണം അതേ സുജൂദിൽ ഇങ്ങനെ അവരെ നോക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചു ചെറുപ്പത്തിൽ ഇതൊക്കെ ശരിയായിരിക്കും. അങ്ങനെ ഒരു മുജാഹിദ് ഇറങ്ങിപ്പോകുമ്പോ ഞാനും ഇങ്ങനെ നോക്കും, ഇയാളെ നിസ്കാരത്തഴമ്പ് എവിടെയാ, ഇയാൾ എന്താ അത് കോലം. കാരണം അങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിക്കപ്പെട്ടത്, അങ്ങനെയാണ് പറഞ്ഞു പ്രചരിപ്പിക്കപ്പെട്ടത്. അത് കേട്ടപ്പോൾ
അന്നുണ്ടായിരുന്ന വിദ്വേഷവും അന്നുണ്ടായിരുന്ന മാനസികമായ രോഷവുമൊക്കെ മനസ്സിൽ വെച്ച് ഇപ്പോൾ പരിശോധിച്ചു നോക്കിയാൽ ഏതൊരു പ്രദേശത്ത് നിന്ന് ആളുകൾക്ക് ഏതെല്ലാം ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങൾ തെറ്റിദ്ധരിച്ചുവെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അവർക്കിത് കേൾക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അവരെ ഇത് കേൾക്കാൻ സമ്മതിക്കുന്നില്ല. അവരിത് കേട്ടാൽ എന്തോ പ്രശ്നമാണെന്ന് ആളുകൾക്ക്, എല്ലാവർക്കുമല്ല, ഏതെങ്കിലും ഒരു പ്രദേശത്തുകാരെ മുഴുവനല്ല, ഏത് പ്രദേശമാണെങ്കിലും ഒന്നോ രണ്ടോ തൽപര കക്ഷികൾ ഉണ്ടാകും. അവർക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടാകും. ആ താല്പര്യങ്ങളെ ഭീഷണികളായി അവർ ഉയർത്തിക്കാണിക്കും. ഞങ്ങൾ പറഞ്ഞിടത്ത് നിന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്ബറ വിലങ്ങും, നിങ്ങളെ ഖബർസ്ഥാനിലേക്ക് അടുപ്പിക്കുകയില്ല. നിങ്ങൾക്കറിയാമോ, ഈ കേരളം മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി പലരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഈ പ്രസ്ഥാനം ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണിക്കുമ്പോഴേക്ക് എവിടേക്കെങ്കിലും ഒളിച്ചോടുന്നവരാണെന്ന് ആരൊക്കെയോ ധരിച്ച പോലെ തോന്നുന്നു. നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ ഇതിനേക്കാൾ വലിയ ഒരു സാഹചര്യമായിരുന്നു ഈ പ്രസ്ഥാനം നേരിട്ടത്. നിങ്ങൾക്കറിയാമോ, 1950കളിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു പ്രശ്നമുണ്ടായി. നമ്മുടെ ഒരു സഹോദരൻ ഒരു മല്ലാക്ക വൃദ്ധനായ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉൾക്കൊണ്ടതിന്റെ പേരിൽ മഞ്ചേരിക്കടുത്ത് തൃപ്പനച്ചി എന്ന് പറയുന്ന പ്രദേശത്ത് 1950കളിൽ ആ വൃദ്ധൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസയുമായി അവിടെയുള്ള ആളുകൾ ആ പ്രദേശത്തുള്ള ഖബർസ്ഥാനിലേക്ക് പോയപ്പോൾ ആ ജനാസയെ അവിടെ മറമാടാൻ സമ്മതിക്കാതെ തിരിച്ചയക്കുകയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിന്റെ ഇരുണ്ട യുഗം നിങ്ങൾ അറിയണം. ചെളിങ്ങാട് പ്രദേശത്തുകാരും മൂന്നുവീടികയിലുള്ളവരും തൃശൂർ ജില്ലയിലുള്ളവരും എവിടെയുള്ളവരും ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് ഇത് അറിയില്ലായിരിക്കാം. നമ്മളും ആ കാലഘട്ടത്തിൽ ഉള്ള വ്യക്തിയല്ല. പക്ഷേ ചരിത്രത്തിന്റെ താളുകളിൽ എന്നത് വായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാ ഈ മാസവും നിങ്ങൾക്ക് വായിക്കാം. അൽ ഇസ്ലാഹ് മാസികയിൽ ആ ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പ്രിയ സഹോദരന്മാരെ, ആ വയോവൃദ്ധനായ സഹോദരൻ മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ ജനാസ മടക്കി എന്ന് മാത്രമല്ല, ആ പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബത്തിന്റെ മുമ്പിൽ 7ഓളം ദിവസം ആ മയ്യത്ത് മുറ്റത്ത് കിടന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 7ഓളം ദിവസം ആ മയ്യത്ത് ജനാസ മറമാടാൻ സമ്മതിക്കാതെ ഉണ്ടായി. പിന്നെയാണ് ആ ജനാസ മറമാടപ്പെട്ടത്. ശേഷം ഈ രാജ്യത്തൊരു നിയമമുണ്ടായി. കേസ് കൊടുത്തു, കോടതിയിൽ കയറി, അങ്ങോട്ടും ഇങ്ങോട്ടും വക്കീലുമാരെ വെച്ചുകൊണ്ട് ശക്തമായ നിലക്കുള്ള സംവാദം കോടതിയിൽ അരങ്ങേറി. രാജ്യത്തെ ജുഡീഷ്യറി നിയമം മനസ്സിലാക്കി. രാജ്യത്തെ ജുഡീഷ്യറി എപ്പോഴും, ഇന്ത്യ രാജ്യത്ത് എപ്പോഴും നീതിയുടെ കൂടെ നിലകൊള്ളുന്ന ഇന്ത്യൻ ജുഡീഷ്യറി വിധി പറഞ്ഞു, ഒരു വ്യക്തിയെയും മഖ്ബറയിൽ നിന്ന് വിലങ്ങാൻ പാടില്ല, ഖബർസ്ഥാനിൽ നിന്ന് വിലങ്ങാൻ പാടില്ല. ആ ഓർഡർ, ആ കേസിൽ മുജാഹിദുകൾ വിജയിച്ചു എന്ന് മാത്രമല്ല, അതുവരെയായി ഖബർസ്ഥാനിൽ മറമാടില്ലെന്ന് ശാഠ്യം പിടിച്ചിരുന്ന, ആ ഒരു ഉമ്പാക്കി കാണിച്ച് സമൂഹത്തെ പേടിപ്പിച്ചിരുന്ന ആളുകളുടെ മുമ്പിൽ ഇന്ത്യൻ ജുഡീഷ്യറി വളരെ പരസ്യമായി ഒരു വിധി പ്രസ്താവിച്ചു. ഇനി ഒരു മയ്യത്തും ഒരു മഖ്ബറയിലും മറമാടില്ലെന്ന് പറയാൻ ഒരു മഹല്ല് കമ്മിറ്റിക്കും അധികാരമില്ല എന്ന നിയമം ഇന്നും ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുകയാണ്. ആ നിയമം പോരാട്ടത്തിലൂടെ, സമാധാനപരമായ മാർഗങ്ങളിലൂടെ നേടിയെടുത്ത പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. നിങ്ങളത് മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴും ഈ പ്രസ്ഥാനത്തെ കുഴിച്ചു മൂടാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് നാൾക്കുനാൾ ശക്തമായി വളർന്നിട്ടേയുള്ളൂ. ഇന്ന് രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ പലയിടത്തും പല ഭീഷണികളും പലരും നടത്തുന്നുവെങ്കിലും അല്ലാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാനല്ലാതെ മുജാഹിദുകൾ തയ്യാറാവാറില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഭൂരിപക്ഷം നിയമം കയ്യിലെടുത്ത് ന്യൂനപക്ഷത്തെ ഒന്നിനും സമ്മതിക്കാത്ത തേർവാഴ്ചയാണ് ഇന്ത്യ രാജ്യത്ത് വരുന്നതെങ്കിൽ ആരാണ് പ്രിയപ്പെട്ട സഹോദര, ഏത് പ്രദേശത്ത് നിന്ന് തടഞ്ഞ ആരായിരുന്നാലും അവരൊന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കട്ടെ. ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷം ആരാണ്? ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷന്മാരാണ്. ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിന് ഒന്നും ചെയ്യാൻ ഒരു നിലക്കും സ്വാതന്ത്ര്യം നൽകില്ലെന്ന് വന്നാൽ ഇവിടെ ജീവിക്കാൻ കഴിയുമോ? ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യത്തിന്റെ
നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ സുന്ദരമായ ജുഡീഷ്യറിയും ഇവിടുത്തെ നിയമങ്ങളും അതെന്നും പരിഗണിച്ചുകൊണ്ട് അതെന്നും ചെവിക്കൊണ്ടുകൊണ്ടേ ഈ പ്രസ്ഥാനം വളർന്നിട്ടുള്ളൂ. ഒരു രാജ്യത്ത് നിന്ന് തടയപ്പെടുമ്പോൾ ഞങ്ങളും ആൺകുട്ടികളായിട്ട് പോലും ആ രാജ്യത്തേക്ക് കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും ആളുകളെ വിളിച്ചുകൂട്ടിയിട്ടൊരു മാർച്ച് സംഘടിപ്പിച്ച് കുഴപ്പം നടത്താൻ ഏതെങ്കിലും നിലക്കുള്ളൊരു മുജാഹിദുകൾ ആഗ്രഹിക്കുക പോയിട്ട് ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല. എന്താ കാരണം? അതിന്റെ ആവശ്യമില്ല. ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചതല്ലേ. അവര് കുറച്ചു കാലം കഴിയുമ്പോൾ ഒക്കെ മനസ്സിലാക്കും. ആ രാജ്യത്ത് എവിടെ തടയപ്പെട്ടാലും അത് അധികകാലം നീണ്ടു നിൽക്കില്ല. ബുദ്ധിയുള്ള മനുഷ്യന്മാര് ചിന്തിക്കും. അക്രമങ്ങളോ അരാജകത്വ പ്രവർത്തനങ്ങളോ മുജാഹിദ് പ്രസ്ഥാനം നടത്താറില്ല. തടയപ്പെട്ടുവെങ്കിൽ അതൊക്കെ താൽക്കാലികം മാത്രമായിരിക്കും. അതെ, അതൊരു ധീരതയായി മുജാഹിദ് പ്രസ്ഥാനം കാണാറില്ല. അല്ലാഹുവേ നിന്റെ ദീനിനു വേണ്ടി ജനിച്ച രാജ്യം വിട്ടോടേണ്ടി വന്ന, ജനിച്ച രാജ്യത്ത് നിന്ന് രഹസ്യമായി മറ്റൊരു രാജ്യത്തേക്ക്, അതെ ഞാനേറെ ഇഷ്ടപ്പെടുന്ന രാജ്യമാണ് നീ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഈ രാജ്യത്തെ ആളുകൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടം വിട്ട് പോവുകയില്ലായിരുന്നു എന്ന് വേദനയോടുകൂടി മക്കാ രാജ്യത്തിന്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീന്, അതേ അവിടുന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ച സമാധാനത്തിന്റെ സന്ദേശം മനസ്സിലാക്കിയ മുജാഹിദുകൾ താൽക്കാലികമായി എവിടെയെങ്കിലും വിരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അതേ എവിടെയെങ്കിലും ആ രൂപത്തിൽ ഒരു പ്രയാസം വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ വിഷമമില്ല. ലോകത്ത് കഴിഞ്ഞുപോയ നേതാക്കന്മാരായ അമ്പിയാക്കൾ അനുഭവിച്ച പാരമ്പര്യമാണ്, ഔലിയാക്കൾ അനുഭവിച്ച പാരമ്പര്യമാണ്, ശുഹദാക്കൾ അനുഭവിച്ച പാരമ്പര്യമാണ്, സിദ്ദീഖീങ്ങൾ അനുഭവിച്ച പാരമ്പര്യമാണ്. അതേ ഒരൊറ്റ പ്രവാചകന്മാരും അവർ ജനിച്ച നാട് വിട്ടു പോകാതെ സ്വന്തം നാട്ടിൽ വെച്ച് പലപ്പോഴും അധികവും മരണപ്പെട്ടിട്ടില്ല. പല നബിമാരും നാട് വിട്ടു പോകേണ്ടി വന്നവരാണ്. അതേ ജനങ്ങളുടെ പരിഹാസം കേട്ടവരാണ്. അതേ ജനങ്ങളിൽ നിന്ന് പീഡനം ഏറ്റുവാങ്ങിയവരാണ്. അതേ കല്ലേറും കൂക്കുവിളികളും ബഹിഷ്കരണങ്ങളും ഏറ്റവരാണ്. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, യഹ്യ അലൈഹിസ്സലാം, ആ പ്രവാചകന്മാരെയൊക്കെ ഈർച്ചവാളുകൊണ്ട് ഈർന്നു മുറിച്ച ജനതയാണ്. ലോക ചരിത്രം, അതേ മഹാന്മാരുടെ ചരിത്രം അങ്ങനെയാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ നോട്ടീസിൽ പറഞ്ഞ ഒരു പ്രദേശത്തെ ഏതെങ്കിലും ചില ആളുകളുടെ ഏതെങ്കിലും ചില രൂപത്തിലുള്ള പ്രത്യേകമായ കുതന്ത്രങ്ങൾ മുഖേന അല്പസമയത്തേക്കൊന്ന് തടയപ്പെട്ടാൽ ഈ പ്രസ്ഥാനം കേരളത്തിൽ നിന്നോ തൃശൂർ ജില്ലയിൽ നിന്നോ പരിസര പ്രദേശങ്ങളിൽ നിന്നോ ഇതൊലിച്ചൊഴുകിപ്പോകുമെന്ന് ഏതെങ്കിലും ആളുകൾ തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ നിങ്ങൾ ചരിത്രം പഠിക്കണേ എന്നാണ് വിനയത്തോടെ ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് മുജാഹിദ് പ്രസ്ഥാനമാണ്, ഇത് മുജാഹിദുകളാണ്. നമുക്കിവിടെ ഒരാളോടും വിദ്വേഷമില്ല, നമുക്കൊരാളോടും പകയുള്ളവരല്ല. അതേ അവസരത്തിൽ ഈ ലോകത്തിന് മുഴുവൻ വെളിച്ചം കാണിക്കാൻ വേണ്ടി മഹാന്മാരായ അമ്പിയാക്കളിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ലോകത്തിന് നൽകിയ വെളിച്ചമായ ഇസ്ലാം, ആ ഇസ്ലാം ഇവിടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഭൂമുഖത്തേക്ക് ആദമിനെയും ഹവ്വയെയും ഈ ഭൂമിയിലേക്ക് ഇറക്കുന്ന നേരത്ത് തന്നെ പറഞ്ഞതാണ്, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതേ എന്നിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഒന്നാമത്തെ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിനോട്, അതേ ഹവ്വാ റളിയല്ലാഹു അൻഹയോട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് എന്നിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ വരും. അങ്ങനെ വന്ന് അതിനെ ആര് പിൻപറ്റുന്നുവോ, എന്റെ മാർഗനിർദ്ദേശങ്ങളെ ആര് പിൻപറ്റുന്നുവോ, അതേ അവർക്കൊരിക്കലും ഭയപ്പെടാനില്ല, അവര് ദുഃഖിക്കേണ്ടവരല്ല എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാന്മാരോട് പറയുകയുണ്ടായി. അതേ അവിടെ നിന്നങ്ങോട്ട് ലോകത്തതാ കാലഘട്ടങ്ങളിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പ്രവാചകന്മാരെ ഇങ്ങനെ അടിക്കടി നിയോഗിച്ചു കൊണ്ടിരുന്നു. ആ പ്രവാചകന്മാരുടെ ശൃംഖല
അത് പൂർത്തിയാക്കപ്പെട്ടത് അന്ത്യപ്രവാചകനായ നമ്മളെല്ലാം നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കേണ്ടുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവോടുകൂടി അമ്പിയാക്കളുടെ പരമ്പര ശൃംഖല അവിടെ അവസാനിച്ചു. ഇനി ഒരു നബി ലോകത്തേക്ക് വരാനില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ദീൻ അന്നത്തോടെ പൂർത്തിയായിരിക്കുകയാണ്. ദീന് അല്ലാഹു നബി തങ്ങളിലൂടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ഇസ്ലാമിലേക്ക് ഒന്നും കൂട്ടാൻ ആള് വരണ്ട, അതിലുള്ളതൊന്നും പുറത്തു കളയാനും ആരും വരണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവോടെ അല്ലാഹു പറഞ്ഞല്ലോ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം ദീൻ അല്ലാഹു നമുക്ക് തൃപ്തിപ്പെട്ടു തന്ന മതമാണ്. ഇത് മനസ്സിലാക്കാത്ത ആളുകളാണ് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചതെങ്കിൽ, ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കാത്ത ആളുകൾ ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തിയവരാണ്. ഈ ശത്രുതയും കേൾക്കാൻ പോകരുതെന്ന് പറയലും, കുഴപ്പമുണ്ടാക്കണം എന്ന് പറയലും, ഇങ്ങോട്ട് കടക്കാൻ സമ്മതിക്കില്ലെന്ന് പറയലും, അത് പ്രചരിപ്പിക്കലുമൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇതിനൊരുപാട് കാലത്തെ പഴക്കമുണ്ട്. അമ്പിയാക്കളുടെ പാരമ്പര്യമുണ്ട്. അമ്പിയാക്കൾ ഇതൊക്കെ സഹിച്ചവരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരുടെയൊക്കെ അവസാനം കുറിച്ചു കൊണ്ടുവന്ന നേതാവായ, ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ജനങ്ങളോട് സ്നേഹത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ ആദർശമെന്ന് പറഞ്ഞപ്പോൾ അതുവരെ അല്ലമീൻ എന്ന് വിളിച്ചാദരിച്ചിരുന്ന ആളുകളാണ് നബിതങ്ങൾ. ഇത് പറയുന്നതിന്റെ മുമ്പേ മക്കക്കാര് റസൂലുള്ളാഹിക്ക് ഇട്ടിരുന്ന പേര് അല്ലമീൻ എന്നാണ്. അത്രയും അവര് സ്നേഹിച്ചയാളാണ്, ബഹുമാനം കൊടുത്തയാളാണ്, പവർ കൊടുത്തയാളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിങ്കൽ നിന്ന് നബുവത്ത് കിട്ടിയിട്ട് 40ാമത്തെ വയസ്സിൽ നബിയാവുകയും അവിടുന്ന് പ്രത്യേകമായി ജനങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ, പരിശുദ്ധ ഖുർആൻ ജനങ്ങളെ ഓതി കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ, നബിതങ്ങളുടെ ഖുർആനോത്ത് വല്ലാത്ത വശ്യതയുള്ള ഓത്താണ്. അള്ളാന്റെ റസൂലിന്റെ ഖുർആൻ കേട്ടാൽ എല്ലാവരും വളരെ ആനന്ദത്തോടെ ശ്രവിക്കുകയാണ്. നബിതങ്ങളുടെ ഖുർആനോത്ത് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള പ്രഗൽഭരായ അന്ന് ജീവിച്ചിരിക്കുന്ന വളരെ വിരളമായിരുന്ന കുറെ സഹാബിമാര് ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്നവര് വളരെ കുറവല്ലേ. സ്വഹാബത്തൊക്കെ ഖുർആൻ ഓതുമ്പോൾ ഖുർആനോത്തിന്റെ വശ്യത ശത്രുക്കൾക്ക് വല്ലാത്തൊരലോസരം സൃഷ്ടിച്ചു. ഇത് കുട്ടികൾ കേട്ട് പോകരുത്, ഇത് ഉമ്മമാര് കേട്ട് പോകരുത്, ഇത് നാട്ടുകാര് കേട്ട് പോകരുത്. കാരണം കേട്ടാൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവര് പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങൾ പിന്നെ നിലനിൽക്കൂല. നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കണം, എന്തേ അബൂജഹലിന് റസൂലുള്ളാഹിനോട് വെറുപ്പ്, എന്തേ ഉത്ബത്തിന് വെറുപ്പ്, എന്തേ അബൂലഹബിന് റസൂലുള്ളാഹിനോട് വെറുപ്പ്. നബിതങ്ങൾ ആരെയെങ്കിലും കയ്യേറ്റത്തിന് പോയോ? ഏതെങ്കിലും വീടുകളിൽ അള്ളാന്റെ റസൂല് അനുമതിയില്ലാതെ പ്രവേശിച്ചോ? നബിതങ്ങൾ എവിടെയെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? ഒരു കുഴപ്പവും ഉണ്ടാക്കാത്ത ലോകത്തിന്റെ നേതാവ്, റഹ്മത്തുൽ ആലമീൻ, സർവലോകർക്കും അനുഗ്രഹമായി കൊണ്ടുവന്ന, ഇവിടെയുള്ള മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യത്തിന്റെ സ്വഭാവത്തോടുകൂടി മാത്രം വർത്തിച്ചിട്ടുള്ള നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്തേ അബൂജഹലിന് വെറുപ്പുണ്ടായത്? എന്തേ അവർക്ക് പ്രയാസമുണ്ടായത്? നബിതങ്ങൾക്കൊരൊറ്റ കുഴപ്പമേ അവർക്ക് പറയാനുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, അത് മിണ്ടാൻ പാടില്ല, അതിവിടെ പറയാൻ പാടില്ല.
കാരണം മുഹമ്മദ് വന്നുകൊണ്ട് നമ്മുടെ പൂർവീകരായ ബാപ്പ ഉപ്പാപ്പമാരെ കാഫിറാക്കുകയാണ്. അതേ, അന്ന് ഖുറൈശി മുശ്രിക്കുകൾക്ക് പറയാനുള്ള അതേ വാദം ഇന്നും ചിലരെ ആവർത്തിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ കാരണവന്മാരെ കാഫിറാക്കുന്നു. അതേ, മുൻഗാമികളുടെ ദീനിനെ നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. അതേ, നിങ്ങൾ ഈ നാട്ടിലെ ഐക്യം തകർക്കുന്നു. നബി തങ്ങളോട് അതേ ശത്രുക്കളെന്നും പറഞ്ഞു, അൻതല്ലദീ ഫറഖ്ത ജമാഅതനാ, ഓ മുഹമ്മദേ, നീ നാട്ടിൽ വന്നിട്ട് നാട്ടിന്റെ ഐക്യം തകർത്തവനാണ്.